ഫണ്ട് തട്ടിപ്പ് CPM ഇപ്പോൾ കുറെ ദിവസങ്ങളായി ഒരു ഇടുത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ട രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരൻ ഇപ്പോൾ വിനോദ് കോൺഗ്രസിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനോദ് മാത്രമല്ല, കൂടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. തിരുവനന്തപുരത്തെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് അഡ്വക്കേറ്റ് ഹസ്കർ ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് RSPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന വിഷ്ണുവിന്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്ന വ്യക്തിയെ CPM പുതിയ പദവികൾ നൽകി ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ പദവികൾ നൽകിയിരിക്കുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. CPM നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പലപ്പോഴായി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെയൊക്കെ പുതിയ പദവികൾ നൽകി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കൊള്ളയിൽ പ്രതികളായിരുന്ന ഈ പറയുന്ന പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണോ വരുത്തി തീർക്കുന്നത്? ശരിക്കും ഹർഷ പറഞ്ഞതുപോലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും സ്ത്രീ പീഡകരെയും എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി CPM മാറുന്നുണ്ട്. ഇപ്പോൾ CPM എന്ന പാർട്ടിയുടെ വലിയ മൂല്യങ്ങളിൽ വലിയ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരോടൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. CPM എന്ന പാർട്ടി അധപതനത്തിന്റെ പാതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ആലോചിക്കണം, CPM എന്ന പാർട്ടിയെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൈമുതൽ എന്നൊക്കെ പറയുന്നത് അവര് രക്തസാക്ഷികൾ എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ വഞ്ചിയൂരിൽ നിന്ന് കൊല്ലപ്പെട്ട വിഷ്ണു എന്ന യുവാവ് 2008 സംഭവം. അദ്ദേഹം കൊല്ലപ്പെട്ടത് RSS പ്രവർത്തകരുടെ കൈകൊണ്ടാണ്. അവരെ പിന്നീട് ഹൈക്കോടതി വെറുതെ വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. എന്നാലോചിച്ച് നോക്കണം, ഈ യുവാവിനെ 2008 വർഷങ്ങൾക്ക് മുൻപ് അയാളെ കൊന്നുകളഞ്ഞ പ്രതികൾ പുറത്തിറങ്ങി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫണ്ട് തട്ടിപ്പ് ആരോപിക്കുന്ന സഹോദരനെതിരെയും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു. അദ്ദേഹം കള്ളം പറയുന്നു എന്ന് ആൾക്കാർ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു മിനിമം ബഹുമാനം പോലും പാർട്ടി കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഒരു ഫണ്ട് തിരിമറിയുടെ ആരോപണം നടത്തുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് ആദ്യം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന അയാളെ CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കുന്നു. അപ്പോ ഈ വിനോദ് വന്ന് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് മന്ത്രി ശിവൻകുട്ടിയാണ് നേരിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം കൊടുത്തത് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ആരോപണത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ കൂടുതൽ നല്ല പദവിയിലേക്ക് മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം, ഇവരെല്ലാം എന്തിനു സംരക്ഷിക്കുന്നു? നിങ്ങളുടെ വേട്ടയാടലുകൾ, നിങ്ങളുടെ ഗുണ്ടായിസം, നിങ്ങളുടെ തിരിമറികൾ, നിങ്ങളുടെ ഈ ഗുരുതരമായ മറ്റു പല പ്രശ്നങ്ങൾ ഇതെല്ലാം മറച്ചു പിടിക്കാനാണോ ഈ ഗുണ്ടകളെ നിങ്ങൾ സേഫ് ആക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഇപ്പോൾ വിനോദ് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ CPM എന്ന പാർട്ടിയോടുള്ള ഒരു വിശ്വാസക്കുറവാണ് മനസ്സിലാകുന്നത്. രക്തസാക്ഷിയുടെ കുടുംബം പാർട്ടി വിട്ടു പോവുക എന്ന് പറയുമ്പോൾ അവർ ഈ ഉറ്റവരുടെ മരണത്തിൽ വേദനിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയിലുള്ള വിശ്വാസം പോയി എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതെല്ലാം തന്നെ അനുഗ്രഹമായിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയും നാൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, CPM എല്ലാ പ്രവർത്തകരും, എല്ലാ സൈബർ ഹാൻഡിലുകളും, എല്ലാ നേതാക്കന്മാരും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് BJPയേക്കാൾ കൂടുതൽ കോൺഗ്രസിനെയാണ്. അതേ കോൺഗ്രസിൽ അഭയം പ്രാപിക്കണമെങ്കിൽ, അതേ കോൺഗ്രസിലേക്ക് എത്തണമെങ്കിൽ അത്രത്തോളം താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ അവരെ തന്നെ ഇല്ലാതെയാക്കുന്ന നിലയിലുള്ള പല കാര്യങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് ഇവരൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സംരക്ഷണം കോൺഗ്രസിൽ നിന്നും ഒരുക്കാൻ സാധിക്കും എന്നുള്ളവരുടെ വിശ്വാസമാണ് തുറന്നു കാണിക്കുന്നത്. ഇതിനു മുൻപ് പലപ്പോഴായി CPM പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റുകാരനല്ലേ, പെണ്ണുപിടിയനല്ലേ, ഇത്രയും കേസുകളിൽ പരാതികളിൽ ഉള്ള വ്യക്തിയല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് സംരക്ഷിക്കുന്നു? എവിടെ കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുട്ടുകൊണ്ട് ഊട്ടി അടയ്ക്കുന്നത് പോലെ സ്വന്തം ഭാഗത്തെ 100,000 തെറ്റുകൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരേ ഒരു തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്ക് CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, ഇപ്പോ നമ്മൾ സമാനമായ ഒരു കേസാണ് പയ്യന്നൂരിലും കണ്ടത്. ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായത്. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിനെതിരെ അല്ലെങ്കിൽ മൂല്യമുള്ള നേതാവിനെതിരെ എന്ന് പറയാം ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകന്റെ ഗതി നമ്മൾ കണ്ടു. ഇപ്പോൾ വിനോദ് CPM-ൽ തന്നെ തുടരുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായും വേട്ടയാടലുകൾ ഉണ്ടാകും. ഈ പറയുന്നത് പോലെ എന്ത് നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ ജീവന് പോലും ആപത്തുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം. പക്ഷെ അപ്പോഴാണ് അയാൾ പാർട്ടി വിട്ട് മാറുക എന്നുള്ള ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിലേക്ക് വന്ന് ഇവിടെ ഒരു പദവി കിട്ടുമെന്നോ MLA ആവുമെന്നോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടല്ല, പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മാത്രം ഒരു പ്രവർത്തകനായി തുടരുക അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയോട് എനിക്ക് ഇനി ഒരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉള്ള നിലപാട് അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ പയ്യന്നൂരിൽ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണന്റെ കാര്യം നമ്മൾ കണ്ടു.
എന്തെല്ലാം ആരോപണ ഭീഷണികളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്. വധഭീഷണി പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം എന്ത് ചെയ്താലും തെറ്റാണെന്ന് പറയുന്നു. ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകത്തിന്റെ PR ആണെന്നുള്ള കഥ വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഈ പറയുന്നത് പോലെ പാർട്ടി വിട്ട് സമാധാനമായി മാറിയിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM ഈ ചെയ്യുന്നത് പോലെ CPM-ന്റെ പൊൻതൂവലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ തവണയും CPM താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നു. CPM-നെ ആ ഒരു വലിയൊരു ഇമേജ് തന്നെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഇതിന് പലപ്പോഴേ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പല വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും പലരും മരണപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെയും ഇവരുടെ PR ആയി മാറുന്ന ഒരു നിലയിലേക്ക് പോകുന്നു. എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തിക്കോ അവരുടെ കുടുംബത്തിനോ ഒരു കുറച്ചെങ്കിലും നീതി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അവർക്ക് അർഹിക്കുന്ന അവർക്ക് ഇപ്പം ഫണ്ട് പിരിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മുക്കാതെ കുറച്ചെങ്കിലും മനസാക്ഷി കാണിക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് പലപ്പോഴായി പലരും ഭരിച്ചിട്ടുണ്ട്. CPM-ൽ പല നേതാക്കന്മാരും വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയന് മുൻപും ഇതുപോലെ പലരും വന്നു പോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അവർ കണ്ടിരുന്ന ഒരു ഈ പറഞ്ഞ രക്തസാക്ഷികളെയൊക്കെ കണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴായി പലരും മരണപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തെ കാണുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. ഇതും നേട്ടത്തിന് മാത്രം വേണ്ടിയുള്ള പേരുകൾ മാത്രമായി മാറുന്നു. അതിൽ നിന്നും ലഭിക്കുന്നത് പോലും പാർട്ടിക്ക് വേണ്ടി എടുക്കുന്നു. പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ പോക്കറ്റുകൾ നിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ പറയുന്ന മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്. അതെ, ഇപ്പോൾ രക്തസാക്ഷികളെ ഉപയോഗിച്ച് നിങ്ങൾ സ്മാരകങ്ങളും അതുപോലെ തന്നെ റീലുകളും ഉണ്ടാക്കി ഒരു താരപരിവേഷം എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പാർട്ടി ആ കുടുംബത്തിനാണ് നഷ്ടമായത്. പാർട്ടിക്ക് എന്ത് നഷ്ടമായി? പാർട്ടിക്ക് ഉണ്ടായത് ഒരു രക്തസാക്ഷിയെ മാത്രമാണ്. അവർക്ക് നാളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കിട്ടി എന്നതിനപ്പുറം കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് വസ്തുതയാണ്. അതിപ്പോ നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല, അതൊരു വസ്തുത തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ധനരാജിന്റെ ഭാര്യയെ പോലെ, പയ്യന്നൂരിലെ രക്തസാക്ഷിയായ ധനരാജുവിന്റെ ഭാര്യയെ പോലെ എപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ CPM-നൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഈ വിട്ടുമാറി നിൽക്കുന്ന ആൾക്കാരെയും പരിഗണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം CPM-നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ മരണം വരിച്ചത്. നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എന്ത് തരത്തിൽ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തവും ആ കമ്മിറ്റ്മെന്റും അവരോട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ആ കുടുംബം ബാക്കിയുള്ള കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ ബക്കറ്റ് പിരിവ് നടത്തി നാട്ടുകാരുടെ നിന്ന് മുഴുവൻ പണം സമാഹരിച്ച് ഈ പറഞ്ഞ പയ്യന്നൂരിലാണെങ്കിൽ ധനരാജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ വിഷ്ണുവിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ ജില്ലകളിലും കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടക്കി പാവപ്പെട്ട മനുഷ്യൻ കയ്യിലുള്ള 10-100 വിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ടു പോകുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്.